കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം. കഥ പറയും നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസികർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം. ചേച്ചി പറഞ്ഞ കഥ. കാക്കനാടൻ. മലയാള കഥാസാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തവരിൽ പ്രധാനിയായ കാക്കനാടന്റെ ലൂക്കോസ് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. യൂറോപ്യന്റെ അസ്തിത്വ വ്യാകുലതയാണെങ്കിലും ഭാരതീയന്റെ അദ്വൈതാനന്ദമാണെങ്കിലും കാക്കനാടന്റെ സാഹിത്യത്തിൽ അവ തിരിച്ചറിയപ്പെടുന്നത് കേരളീയ പരിസരങ്ങളിലാണ്. തിരുവല്ലയാണ് ജോർജ് വർഗീസ് കാക്കനാടൻ ജനിച്ചതെങ്കിലും കൊല്ലമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. ഡൽഹി, ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിലെ താമസവും ഈ എഴുത്തുകാരന്റെ ദർശനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. സാക്ഷി, ഉഷ്ണമേഖല, അടിയറവ്, വസൂരി, ഒറോദ എന്നീ നോവലുകൾ പ്രസിദ്ധങ്ങളാണ്. മിക്കവാറും എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ഗാന്ധിസവും കമ്മ്യൂണിസവും ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടുണ്ട്. മതാതീതമായ ഒരു ആത്മീയത പുലർത്തിയിരുന്ന മാനവികതാവാദിയായ എഴുത്തുകാരനായിരുന്നു കാക്കനാടൻ. ഭാരതീയ വേദാന്ത സാരവും അസ്തിത്വ ദർശനവും അസംബന്ധവാദവും ഒരുപോലെ ഈ എഴുത്തുകാരന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. നാരായണത്വ ഭ്രാന്തനെയും സിസിഫസിനെയും പ്രണയിക്കുമ്പോൾ തന്നെ കാമുവിനെയും കാഫ്കയെയും മനസ്സിന്റെ കോളിൽ സ്വസ്ഥമായിരിക്കാൻ അദ്ദേഹം അനുവദിച്ചു. ഇവയൊന്നും തന്റെ കൃതികളിൽ ഒരു സജീവ സാന്നിധ്യമാകാനോ ബാധ്യതയാകാനോ അനുവദിച്ചുമില്ല. ഒരു തനി മലയാളിയായി നിന്നുകൊണ്ട് തന്റെ ധൈഷണികവും വൈകാരികവുമായ നിലപാടുകളെ ഈ എഴുത്തുകാരൻ സാധൂകരിച്ചു. അതിന്റെ അടയാളങ്ങൾ ചേച്ചി പറഞ്ഞ കഥയിലും കാണാം. കുടുംബ ബന്ധങ്ങളിലെ ആർദ്ര നിമിഷങ്ങളും സ്നേഹബന്ധങ്ങളുടെ ആഴവും വിശദമാക്കുന്ന ചേച്ചി പറഞ്ഞ കഥ പരിണാമഗുപ്തിയുടെ അപൂർവതയാൽ നമ്മെ രസിപ്പിക്കുന്ന ഒന്നാണ്. കാക്കനാടന്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: ശ്രീചക്രം, അഭയാർത്ഥികൾ, അശ്വത്ഥാമാവിന്റെ ചിരി, അധിനിവേശപ്പട, കാളിയമർദ്ദനം. ചേച്ചി പറഞ്ഞ കഥ. കാക്കനാടൻ. നിനക്കറിയാമോ, ചേച്ചി ആവേശഭരിതയായിരുന്നു. ചേച്ചി ആവേശഭരിതയാവുമ്പോൾ പതിവായിട്ട് ചെയ്യാറുള്ളതുപോലെ ശക്തിയായി എന്റെ തോളത്ത് പിടിച്ച് കുലുക്കി. വിഷയം എനിക്ക് പിടികിട്ടിയിരുന്നില്ല. ചേച്ചി കുട്ടികളോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറി ചെന്നത്. ചെന്ന പാടെയാണ് തോളത്തെ ആക്രമണം. എനിക്കറിയില്ല ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അറിയണം, ചേച്ചി വിടാൻ ഭാവമില്ല. പുറത്ത് മുറ്റത്ത് മഴയുടെ വെയിൽ തണുത്തുറഞ്ഞു നിന്നു. പെയ്തുപോയ മഴയുടെ അവശിഷ്ടങ്ങൾ പറമ്പിലെ കുണ്ടുകളിൽ കുളമായും മണ്ണിൽ ഈർപ്പത്തിന്റെ നിറപ്പകർച്ചയായും നിലനിന്നിരുന്നു. ആകാശത്തിൽ അവിടെവിടെ കാർമേഘക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് വെയിൽ ഇടയ്ക്കിടെ മരിക്കുകയും പിന്നെ പുനർജനിക്കുകയും ചെയ്തു.
വെയിലിന്റെ ജനപ്രതികളെയും പുനർജനികളെയും കുറിച്ച് പഠനം നടത്തണമെന്ന് സുഹൃത്തായ പ്രൊഫസറെ വിളിച്ചു പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. തീന്മേശയ്ക്ക് ചുറ്റിലുമായിരുന്ന ചേച്ചിയും കുട്ടികളും എന്നെ അടുത്തൊരു കസേരയിൽ പിടിച്ചിരുത്തി. എന്റെ അസ്വാസ്ഥ്യവും വെപ്രാളവും കണ്ടിട്ടാവണം കുട്ടികൾ ചിരിച്ചു. അവർ ആഹ്ലാദത്തോടെ ചേച്ചി പറഞ്ഞ കഥകൾ കേട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, കഥ പറയാൻ, അതും പൊലിപ്പിച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയാൻ ചേച്ചി വിദഗ്ധയായിരുന്നല്ലോ. അറബിക്കഥകളിലെ ഷെഹ്റാസേദ് പോലും ചേച്ചിയോട് തോൽക്കുകയേയുള്ളൂ. എനിക്കൊന്ന് കുളിക്കണം. ഞാൻ എഴുന്നേക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. പറ്റിയില്ല. ചേച്ചി എന്നെ വീണ്ടും പിടിച്ചിരുത്തി. ഇത് കേട്ടിട്ട് കുളിച്ചാൽ മതി. ഞാൻ ബോംബെയിൽ നിന്ന് വന്ന ദിവസം, ചേച്ചി പറഞ്ഞു. എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് വന്നത്. വന്നു കയറിയപ്പോൾ 3 പേര് കാത്തിരിക്കുന്നു. ഞാൻ ചിരിച്ചു. കുശലം പറഞ്ഞു. ഇവത്തുങ്ങള്, ഈ കുട്ടികൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. ഓരോരുത്തൻ ഓരോ വഴിക്ക് പോയിരിക്കുന്നു. യാതൊരു സാധനവുമില്ല കഴിക്കാൻ. ഭാഗ്യത്തിന് ഫ്ലാസ്കിൽ ഇത്തിരി ചായ ഉണ്ടായിരുന്നു. ഞാനത് ആർത്തിയോടെ കുടിച്ചു. എന്നിട്ടും ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യത്തിന് മലക്കറികളും ഒരു കോഴിയും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഭക്ഷണം തയ്യാറാക്കി ഞാൻ അതിഥികൾക്ക് നൽകി. അവർ ഭക്ഷണം കഴിച്ച് ചെറുതുടച്ച് നന്ദി പറഞ്ഞിറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഇത്തിരി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രാജുവും രമേശനും വരുന്നത്. രാജുവും രമേശനും ചേച്ചിയുടെ മക്കളാണ്. അവരും അവരുടെ അനിയത്തി സുശീലയും പൊട്ടിച്ചിരിച്ചു. എനിക്ക് മനസ്സിലായില്ല അവരെന്തിനാണ് ചിരിച്ചതെന്ന്. ചേച്ചിയും ചിരിച്ചു. ഞാനൊരു മണ്ടനെ പോലെ ചിരിക്കാതെ അന്തം വിട്ടിരുന്നു. നിനക്ക് പിടികിട്ടിയോ? ചേച്ചി പിന്നെയും എന്നെ പിടിച്ചു കുലുക്കി. പുറത്തെ വെയില് പൂർണ്ണമായും മറഞ്ഞിരുന്നു. മാനം ഇരുണ്ടു, ഭൂമിയും ഇരുണ്ടു. അടുത്ത മഴയുടെ വരവാണ്. കാറ്റ് ഏതാണ്ട് നിലച്ച മട്ടായി. നിന്ന് പെയ്യാൻ തന്നെയാണ് മഴയുടെ ഭാവം. പെട്ടെന്ന് കനത്ത തുള്ളികളായി മഴ വീഴാൻ തുടങ്ങി. നിറഞ്ഞ സമൃദ്ധമായ മഴ. വയറു നിറയെ, മനസ്സ് നിറയെ, മണ്ണിന്റെ നഗ്നമായ മേനി നിറയെ മഴ. കണ്ടിരിക്കാൻ കൊതി തോന്നുന്ന മഴ. ഞാൻ മഴയുടെ കായിക സൗന്ദര്യത്തിൽ മുങ്ങി മയങ്ങിയിരിക്കെ ചേച്ചി വീണ്ടും പിടിച്ചു കുലുക്കി. ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് വല്ലതും പിടികിട്ടിയോ എന്ന്. അതെങ്ങനെ പിടികിട്ടാനാ? ഞാൻ കഥ തുടക്കം മുതൽ കേട്ടില്ലല്ലോ. കേട്ടാലും പിടികിട്ടത്തില്ല. ബുദ്ധി വേണം, ബുദ്ധി. ചേച്ചി പിന്മാറുന്ന മട്ടില്ല. രമേശ്, ഞാൻ അനന്തരവനോട് പറഞ്ഞു, അകത്തെ മേശപ്പുറത്തുനിന്ന് സിഗരറ്റ് പാക്കറ്റും തീപ്പെട്ടിയും എടുത്തുകൊണ്ടുവാ. അവൻ എണീറ്റപ്പോൾ ഞാൻ ചുമച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു, ആ കഫ് സിറപ്പും കൂടെ. ചേച്ചി ചിരിച്ചു. എന്നിട്ട് ചിരി നിർത്തി ഗൗരവത്തിൽ പറഞ്ഞു, ഇതാ നിന്റെ കുഴപ്പം. ചുമ്മാ കഫ് സിറപ്പ്, സിഗരറ്റ്, പിന്നെയും ചുമ്മാ കഫ് സിറപ്പ്, സിഗരറ്റ്. ഞാനൊരു കാര്യം പറയാം, ഈ വലി നിർത്താതെ നിന്റെ ചുമ മാറൂല. അതാർക്കാ അറിഞ്ഞുകൂടാത്തത്? ഞാൻ ചുമയ്ക്കുകയും ചിരിക്കുകയും ചെയ്തു. രമേശൻ വന്നപാടെ ആദ്യം ഒരു സിഗരറ്റ് കുടിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു കവിൾ കഫ് സിറപ്പ് കുടിച്ചത്. ആ കൊള്ളാം. ചേച്ചിയുടെ കമന്റ് കുട്ടികളിൽ ചിരി ഉണർത്തി. പുകയൂതി പുറത്തെ മഴ കണ്ട് അങ്ങനെയിരിക്കെ പഴയ മഴക്കാലങ്ങൾ എന്റെ മനസ്സിലേക്ക് മടങ്ങി വന്നു. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം. ചേച്ചി എന്ന ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ സ്കൂൾ ഫൈനലിന് പഠിക്കുകയായിരുന്നു. ചേച്ചിയോടൊപ്പമാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. മഴക്കാലത്ത് എന്റെ സ്ലേറ്റും പുസ്തകങ്ങളും ചോറ്റുപാത്രവും ഒക്കെ ചുമക്കുന്ന പണി ചേച്ചിക്കായിരുന്നു. ഞാൻ ചെറിയ കുട പിടിച്ച് വഴിയിലെ ചെളിവെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഗമയിൽ മുമ്പിൽ നടക്കും. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും. ഞാനത് വകവയ്ക്കാറില്ല. എന്നെ സ്കൂളിൽ കയറ്റിവിട്ടിട്ടേ ചേച്ചി പോകൂ. ചേച്ചി വാത്സല്യനിധിയായ ചേച്ചി മാത്രമായിരുന്നില്ല, എന്റെ കൂട്ടുകാരിയും വഴികാട്ടിയും ഗുരുവും ഒക്കെയായിരുന്നു. ഞാൻ ഉറങ്ങുമ്പോളം കഥകൾ പറഞ്ഞു നിന്നുകൊണ്ട് ചേച്ചി എന്റെ കിടക്കയിൽ തന്നെയിരുന്നു. ചേച്ചിയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് അന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പിന്നെ ചേച്ചി വളർന്നു. കോളേജിലായി, പിന്നെ കോളേജ് ലെക്ചററായി, വിവാഹിതയായി, 4 കുട്ടികളുടെ അമ്മയായി. മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. റാണിക്കും ഭർത്താവിനും ബോംബെയിലാണ് ജോലി. അക്കാലം അത്രയും ഞാനും വളരുകയായിരുന്നു. ഞാൻ പഠിച്ചു, ഉദ്യോഗസ്ഥനായി, ഭർത്താവായി, അച്ഛനായി. എന്നിട്ടും ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ഞാൻ പഴയ കൊച്ചു പയ്യനായി. ചേച്ചി എന്നെ ശാസിക്കുകയും ശകാരിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നിനക്ക് കഥ ബാക്കി കേൾക്കണ്ടേ? ചേച്ചിയുടെ ശബ്ദം. ഞാൻ മറുപടിയൊന്നും പറയാതെ സിഗരറ്റ് പുകച്ച് മഴ കണ്ടിരുന്നു. ഞാൻ ബോംബെയിൽ നിന്ന് വന്ന ദിവസം ഭക്ഷണം കൊടുത്തയച്ച് വിരുന്നുകാർ അടുത്ത ദിവസവും വന്നു. ചേച്ചി പറഞ്ഞു, അന്ന് അവരുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു.
അവരുടെ അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞു. അവൾ എന്റെ കൂടെ കുറെ ഏറെക്കാലം താമസിച്ചിരുന്നതാണ്. ഞാൻ റാണിനടുത്തായിരുന്നല്ലോ 2 മാസക്കാലം. ആ കാലത്ത് അവൾ എവിടെയോ പോയതാണ്. ഞാൻ വന്ന വിവരം മക്കൾ പറഞ്ഞതായിരിക്കുമോ? എന്തായാലും അവൾ വന്നു. ഇത്രനാൾ എവിടെയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ അവൾ വിഷാദത്തോടെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അവൾ വല്ലാതെ മെലിഞ്ഞിരുന്നു. എനിക്ക് സങ്കടം തോന്നി. ഞാൻ അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുത്തു. നീ ഇവിടെ താമസിച്ചു, ഞാൻ പറഞ്ഞു. പക്ഷെ വൈകുന്നേരമായപ്പോൾ അവളെ കണ്ടില്ല. ഞാൻ കിടന്നുറങ്ങിയ നേരത്ത് വിളിച്ചുണർത്തി ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി അവൾ പോയതാവും. ഈ അസാധാരണ അതിഥികളായ അമ്മയും മക്കളും എന്നിൽ ജിജ്ഞാസയുണർത്തി. എനിക്ക് കഥയിൽ താൽപര്യം വന്നു തുടങ്ങി. എന്നിട്ടോ? ഞാൻ ചോദിച്ചു. എന്റെ ചോദ്യം ചേച്ചിയെ കൂടുതൽ ഉത്സാഹഭരിതയാക്കി. പിന്നെ അമ്മയും മക്കളെയും കണ്ടിട്ടില്ലേ? ഞാൻ എടുത്തു ചോദിച്ചു. ചേച്ചി പൊട്ടിച്ചിരിച്ചു. കണ്ടിട്ടില്ലെന്നോ? പിറ്റേന്നും കറക്റ്റ് സമയത്ത് അവൾ വന്നു. മക്കളും, മാത്രമല്ല മക്കളുടെ തന്തയും. അതുകൊണ്ടുമായില്ല, അവരുടെ കുടുംബ സുഹൃത്തും. ചേച്ചി ചിരിയടക്കി പറഞ്ഞു. എനിക്കത് ഒട്ടും പിടിച്ചില്ല. കിട്ടിയ ചാൻസിന് കണ്ടിക്കണ്ടവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക, എല്ലാത്തിനും ഞാൻ വെച്ചു വിളമ്പി കൊടുക്കുക. 2 ദിവസം ഞാൻ സഹിച്ചു. 3-ാം ദിവസം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ അവിടെ നില്ല്, മറ്റവർ പൊയ്ക്കോട്ടെ. അവൾ സംശയത്തോടെ എന്നെ നോക്കി. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. അമ്മാവന് കുളിക്കണ്ടേ? രാജി ചോദിച്ചു. എനിക്ക് കഥയിൽ താൽപര്യം കയറിയിരുന്നതുകൊണ്ട് കുളിക്കാരെ ഞാൻ മറന്നുപോയിരുന്നു. പോടാ, ചേച്ചി മകനെ വഴക്ക് പറഞ്ഞു. മാത്രമല്ല ഈ ചുമയും വെച്ചുകൊണ്ട് പച്ചവെള്ളത്തിൽ കുളിക്കണ്ട. ഞാൻ ഗീസർ ഓൺ ചെയ്യട്ടെ? രാജു, നീ അവിടെ കാണാൻ കുത്തിയിരിക്കുക. ഇന്ന് കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മഴയും പിടിച്ചാ കുളി. ഇനി രാവിലെ കുളിച്ചാൽ മതി. ആ, ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ചേച്ചി പറഞ്ഞതനുസരിച്ച് അവൾ മാത്രം അവിടെ നിന്നു. ഞാൻ ഓർമ്മിപ്പിച്ചു. ചേച്ചിക്ക് സന്തോഷമായി. ഞാൻ ഉറങ്ങുവോളോ എന്റെ കിടക്കയുടെ പക്കത്തിരുന്ന് കഥ പറഞ്ഞിരുന്ന ചേച്ചിയെയാണ് ഞാൻ മുന്നിൽ കണ്ടത്. ഞാൻ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിലെ വീട്ടിലായിരുന്നു. രാത്രിയായിരുന്നു. പുറത്ത് കാലവർഷം ആർത്തു പെയ്യുന്നുണ്ടായിരുന്നു. തിരിതാഴ്ത്തി വെച്ച ചിമ്മിനി വിളക്കിന്റെ മഞ്ഞു വെളിച്ചം മുറിയിൽ തടർന്നൊഴുകുന്നുണ്ടായിരുന്നു. ചേച്ചി കഥ പറയുകയായിരുന്നു. എന്റെ കൺപോളകൾ ഉറക്കം കൊണ്ട് തൂങ്ങുന്നുണ്ടായിരുന്നു. വർത്തമാനകാലത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ചേച്ചിയുടെ ശബ്ദമാണ്. അവിടെ തന്നെ ഞാൻ അവളെ വിളിച്ച് ദീർഘനേരം സ്വകാര്യമായി സംസാരിച്ചു. ചേച്ചി അവിടെ നിർത്തി. തെല്ലുനേരം അപ്പോഴേക്കും ദുർബലമായി തീർന്നിരുന്ന മഴനിർക്കണങ്ങളിലേക്ക് നോക്കിയിരുന്നു. എന്റെ ശ്രദ്ധ മാറിപ്പോയെന്നോ മറ്റോ ചേച്ചിക്ക് തോന്നിയിരിക്കണം. ചേച്ചി ചോദിച്ചു, കേൾക്കുന്നുണ്ടോ? ഗ്രാമത്തിലെ രാത്രികൾ ഞാൻ വീണ്ടും ഓർത്തുപോയി. ചേച്ചി കഥ പറഞ്ഞിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ മൂളാതിരുന്നാൽ ചേച്ചി ചോദിച്ചിരുന്നു, എന്താ നീ ഉറങ്ങിപ്പോയോ? ഇല്ല, എന്റെ മറുപടി. പിന്നെന്താ മൂളാത്തത്? ആ പൂർവ്വസ്മരണ എന്നിൽ ചിരിയായി പൊട്ടി വീണു. എന്താ നീ ചിരിക്കുന്നത്? പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാ ചോദിച്ചത്. ചേച്ചി ചൂടായി. പെട്ടെന്ന് ചിരി നിർത്തി ഞാൻ ക്ഷമാപണപൂർവ്വം പറഞ്ഞു, ഓ കേൾക്കുന്നുണ്ട്. ഞാൻ വേറെന്തോ ഓർത്തുപോയി. കഥ പറയുമ്പോൾ വേറൊന്നും ഓർത്തിരിക്കുവാൻ പാടില്ല. ശരി, ചേച്ചി പറയൂ. ചേച്ചിയുടെ ദേഷ്യം മാറി. ചേച്ചി കഥയിലേക്ക് മടങ്ങി വന്നു. ഞാൻ അവളോട് ദീർഘനേരം സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? സ്വകാര്യമായാണ് സംസാരിച്ചത്. മറ്റാരുടെയെങ്കിലും സാന്നിധ്യത്തിൽ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ മനസ്സിലിരുന്നത് ഞാൻ തുറന്നു പറഞ്ഞു. അവളെ പോറ്റാൻ ഞാൻ തയ്യാറാണ്, വേണ്ടിവന്നാൽ അവളുടെ മക്കളെയും. അതിനപ്പുറം എന്നെക്കൊണ്ടാവില്ലെന്ന വിവരം ഞാൻ തെളിച്ചു പറഞ്ഞു. നമ്മളെന്തിനു വിളിച്ചു കളിക്കുന്നത്, അല്ലേ? അവൾ കിട്ടിയവനെയും മറ്റു സിൽബന്ധികളെയും വിളിച്ചുകൊണ്ടുവന്നാൽ വെച്ചു വിളമ്പാൻ എനിക്ക് പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. ചേച്ചിയോടാണോ ചേച്ചിയുടെ കൂട്ടുകാരിയോടാണോ കൂടുതൽ അനുഭാവം പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് സംശയമായി. ഒടുവിൽ ഞാൻ പറഞ്ഞു, പാവം. എന്തു പാവം? ചേച്ചി പൊട്ടിത്തെറിച്ചു. കുട്ടികൾ ആർത്തു ചിരിച്ചു. പിന്നെ ആരാനും വേണ്ടി ഞാൻ കിടന്ന് പാടുപെടണമെന്നാണോ നീ പറയുന്നത്? നിനക്ക് ഒന്നാമത് ഇവിടുത്തെ സെർവൻസ് പ്രോബ്ലം അറിയില്ല. രാവിലെയും വൈകിട്ടും വന്ന് പാത്രം കഴുകി തുണിയും കഴുകിപ്പോകുന്ന ഒരു പെണ്ണാ ഇവിടെ ആകെ സഹായത്തിനുള്ളത്. ബാക്കി പണിയെല്ലാം ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. നീ കാണുന്നില്ലേ? എന്നിട്ടവള് പാവമാ പോലും, പാവം. അപ്പോൾ ഞാനോ? അത് പോട്ടെ, ചേച്ചിയാ പാവം. ഞാൻ സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ വഴിക്ക് വാ. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ഞാൻ എന്റെ ജിജ്ഞാസ മറച്ചു വച്ചില്ല. ചേച്ചിയുടെ ദേഷ്യം മാറി. ചിരിച്ചുകൊണ്ട് ചേച്ചി തുടർന്നു, അവളെന്തു പറയാനാ? അവളൊരൊറ്റ അക്ഷരം മിണ്ടിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം മൂളിക്കെട്ടിരുന്നു. അവളുടെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭിന്നഭാവങ്ങൾ ആ മുഖത്ത് മിന്നി മറഞ്ഞു. ദുഃഖം,
എന്നോടുള്ള അനുകമ്പ, അവളുടെ കുട്ടികളെക്കുറിച്ചുള്ള വികാരം, ആശങ്ക, അങ്ങനെ പലതും. അവൾക്ക് കുറച്ചു പാലെടുത്തു കൊടുത്തിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. മടങ്ങി വന്നപ്പോൾ അവളെ കാണാനില്ല. പാൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അവളത് തൊട്ടുനോക്കിയിട്ട് പോലുമില്ല. എനിക്ക് സങ്കടം തോന്നി. ഞാൻ പറഞ്ഞത് ഇത്തിരി കടന്നുപോയെന്നും തോന്നി. ഞാൻ അവിടെയൊക്കെ ചുറ്റി നടന്നു നോക്കി. അവളെ എങ്ങും കണ്ടില്ല. പിന്നീട് അവളെ കണ്ടിട്ടേയില്ല. ചേച്ചി കഥ ഉപസംഹരിച്ചു. വീണ്ടും കനത്തു തുടങ്ങിയ മഴയിലേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി. എനിക്ക് ചേച്ചിയോട് ദേഷ്യം തോന്നി. ചേച്ചി എന്നിട്ട് ചിരിക്കുകയാ? ഞാനാണെങ്കിൽ കരഞ്ഞേനി, അവളെ തിരക്കി പോയേനി. അതാ ഞാൻ പറഞ്ഞത്, നീ ഇപ്പോഴും പഴയ പോലെ, നിനക്ക് കഥ മനസ്സിലാവില്ല. ചേച്ചി ചിരി തുടർന്നു. ഇതിലെന്താ മനസ്സിലാക്കാനുള്ളത്? ചേച്ചിയുടെ കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമല്ലാതെ ഒരു ക്രൂര വിനോദമായിട്ടേ എനിക്കിത് കാണാൻ കഴിയൂ. ഞാൻ ഗൗരവത്തിൽ പറഞ്ഞു. ചേച്ചി മഴവീഴ്ച പോലെ അലറിച്ചിരിച്ചു. ചിരിക്കിടയിൽ ചേച്ചി പറഞ്ഞു, നീ ഒരു മണ്ടനാ. അവൾ എന്റെ വളർത്തുപൂച്ചയായിരുന്നു, ഞാൻ എടുത്തു വളർത്തിയ പൂച്ച. ഞാൻ ആകെ വിളറി വെളുത്തു. കുട്ടികൾ ആർത്തു ചിരിച്ചു. ഒടുവിൽ ഞാനും ചിരിച്ചുപോയി. മഴയും. ചിരിയുടെ അന്ത്യത്തിൽ ചേച്ചി ഒരു തത്വം പറഞ്ഞു. നമ്മൾ പറയുന്നതൊക്കെ മറ്റു ജന്തുക്കൾക്ക് മനസ്സിലാവും, അവർ പറയുന്നത് നമുക്കും. കാക്കനാടന്റെ ചേച്ചി പറഞ്ഞ കഥ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികരിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബരേ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് അലാക്സ്. കഥയ മമ കഥകളതി സാദരം.